ഹലോ ഫ്രണ്ട്സ്, ഇത് ഡിസൈൻ ഗ്രൂവിന്റെ പുതിയ പ്രൊജക്റ്റ് ആണ്. ഇത് ചട്നി കഫേ റെസ്റ്റോറന്റ്, ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറന്റ്. ഇപ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ എറണാകുളത്ത് ഒബ്രമാളിൽ നിന്ന് ലുലുമാളി പോകുന്ന വഴിക്ക് ഹൈവേയിൽ ഇടത്തെ സൈഡിലായിട്ട് ഒരു പ്രീമിയം റെസ്റ്റോറന്റ് തുടങ്ങണം. അപ്പോൾ അതിന്റെ ഒരു ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡിസൈൻ ഗ്രൂപ്പ് ആണ് ഇതിന്റെ ടേൺ കീ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു സ്കൾട്ടനായിട്ട് നമുക്ക് കിട്ടിയ പ്രൊജക്റ്റ് ആണ്. നമ്മളതിനെ എല്ലാ റെസ്റ്റോറൻറ്റ്സും നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ കുബാബ, അറേബ്യൻ പാലസ്, പാതിരാക്കോഴികൾ പോലത്തെ പ്രീമിയം റെസ്റ്റോറന്റ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ നമ്മൾ വർക്ക് എടുത്താണ്. അപ്പോൾ അവിടെ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ കൂടെ പ്രൊജക്ട് മാനേജർ വരുന്നുണ്ട്. ഇവിടെ സൈറ്റ് നോക്കുന്ന ലിൻസ് ആണ്. അപ്പം സൈറ്റ് മാനേജേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ടേൺ കീ ആയിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ ടൈപ്പ് വർക്കുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഫ്ലോറിങ്, സീലിംഗ്, ഗ്ലാസിന്റെ വർക്കുകൾ, കഫൻ ഗ്ലാസിന്റെ ജോലികൾ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സൊല്യൂഷൻസ്, STP അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് ആണ്. ചിമ്മിനി, കിച്ചണിലെ കാര്യങ്ങൾ, ടൈല്, ഗ്രാനൈറ്റ് ലേയിങ്, എല്ലാ കിച്ചൺ പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, ലൈറ്റിംഗ്, ഇന്റീരിയർ എക്സ്റ്റീരിയർ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ട് പോയി കാണാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് ഏകദേശം ഒരു ഇതെല്ലാം കൂടെ ടോട്ടൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ചെയറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സ് കൂടെ ചെയ്യാനുള്ളൂ. പ്ലംബിംഗ് ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ AC, ഡക്ട് AC ഇവിടെ എല്ലാം ചെയ്യുന്നത് സാധാരണ സ്പ്ലിറ്റ് AC തന്നെയാണ്. അത്യാവശ്യം തുറയുള്ള AC കളാണ് വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ അവർക്കൊരു ഓഫീസ് സ്പേസും, ഇവർക്ക് വേണ്ട ഒരു ഗ്രേ ടോൺ ടൈല് മാറ്റ് ഫിനിഷ് ആയിരുന്നു. പിന്നെ വാളിൽ അവർക്കെല്ലാം ഒറ്റ തീമാണ്. ബേസിക്കലി അത് അവരുടെ എമിറേറ്റ്സ് പ്രൊജക്റ്റൊക്കെ ഇത് തന്നെയാണ് വരുന്നത്. ഓരോ ടേബിളിൻ്റെ മുകളിൽ ഓരോ ക്ലസ്റ്റർ, അങ്ങനെ ഏകദേശം ഒരു 10-12 ക്ലസ്റ്റേഴ്സ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ഇതാണ് വാഷ്റൂമും. സെറൈഡയാണ് നമ്മൾ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻസ് ഒക്കെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗുറാണ്. ജെൻസിന്റെയും ഒരു ലേഡീസിന്റെയും 2 ടോയ്ലറ്റ്സ് ആണ്. നമ്മളിവിടെ എല്ലാ റെസ്റ്റോറൻറ്റ് വർക്ക്സും ചെയ്യുന്നത് JV എഞ്ചിനീയറിംഗ് ആണ്. കൊടുങ്ങല്ലൂരുള്ള എൻ്റെ ഏറ്റവും അടുത്ത് ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള വിനോജാണ് നമ്മളുടെ ഈ സ്റ്റീൽ വർക്ക്. അതുപോലെ തന്നെ JJ ഇലക്ട്രോണിക്സിന്റെ ആണ് നമ്മൾ CCTV ചെയ്യുന്നത്. ടീ കൗണ്ടറാണ്. ആക്ച്വലി ടീ കൗണ്ടറിൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ വരും പറയും. അത് എന്തൊക്കെയാണ് വരുന്നത്? അവിടെ ഇവിടെ ഒരു ഫ്രീസർ വരും, നമ്മുടെ ജ്യൂസ്, ടീ, പിന്നെ സ്നാക്ക് വരും. മെയിനായിട്ട് ജ്യൂസും അതിന്റെ ഒരു ഇതാണ് ഹീറ്റഡ് സ്നാക്ക് കൗണ്ടർ ആണ് ഇത്. വിജയാണ് നമ്മുടെ പെയിന്റർ. നമ്മളിവിടെ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ടർ ആണ് ബിജോയ്. പെയിന്റർ അല്ല, പെയിന്റിംഗ് കോൺട്രാക്ടർ ആണ്. സ്റ്റോർ കിച്ചൺ, അതായത് നമുക്ക് പബ്ലിക്കിന് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കിച്ചണാണ്. അത് പുറത്ത് നമ്മൾ ചട്നിയൊക്കെ ചൂടായിട്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് സെർവ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ബ്ലെയിമേരി ഇവിടെ ഇടുന്നത്. ഇവിടെയാണ് ദോശ കൗണ്ടർ ലൈവ്. ഇഡലി സ്റ്റീമറാണ്. ഇതാണ് നമ്മുടെ ഇഡലി ഉണ്ടാക്കുന്ന മെഷീൻ. ഒരു ലൈവായിട്ടുള്ള കുക്ക് ചെയ്യുന്ന ഏരിയ. ഇതുപോലെ സാമ്പാർ, ചട്നിയൊക്കെ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്യുന്ന ഏരിയ. ഇവിടെ ഇത് സക്ഷനാണ്. ഇവിടുത്തെ ചൂട് മുഴുവൻ വലിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അതിൻ്റെ ചൂട് പോകാതിരിക്കും വലിയ ചിമ്മിണികളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടുത്തെ ചിമ്മിണി ഉണ്ട്, മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ. ഡബിൾ ഹൈറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്കിവിടെ വെട്ടം അടുത്ത് കിട്ടണം. കൊടുത്തിട്ട് ചെയിനിൽ നമ്മൾ എല്ലാ ലൈറ്റുകളും 2x2 മോളിൽ നിന്ന് ചെയിനിൽ ഹാങ് ചെയ്തിരിക്കുക താഴോട്ടേക്ക്. നമുക്ക് ഇവിടെ വരണം. ഇവിടെ എന്തൊക്കെയാ വരുന്നത്? ഇവിടെ മൊത്തം നമുക്ക് ഇന്റർലോക്ക് ചെയ്യും. ഇതാണ് പാർക്കിംഗ്. ഇന്റർലോക്ക് ഇട്ട് നമ്മളിവിടെ പാർക്കിംഗ് സ്പേസ് ആണ്. ഒരു ടീ കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ആൾക്കാർക്ക് ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ ഒരു കൗണ്ടർ ഉണ്ട്. രാജ്യത്ത് ഞാൻ കമ്പനിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് SESL എഞ്ചിനീയറിംഗ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. നമ്മൾ കൊച്ചി ബേസ്ഡ് കമ്പനിയാണ്. ഇത് ചട്നി റെസ്റ്റോറൻറ്റിലെ നമ്മൾ ETB പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന വാഷിംഗ് ഏരിയയിലും ഹാൻഡ് വാഷ് ഏരിയയിലും വരുന്ന വേസ്റ്റ് വാട്ടറിനെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന പാരാമീറ്റേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഡിസ്പോസ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. അനറോബിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, അനറോബിക് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ചെറിയ സ്നാക്സും ടീയും കഴിക്കാനായിട്ടൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഓട് വരുന്നുണ്ട്. നമ്മുടെ ഇവരുടെ ഈ സെയിം ഗ്രീൻ കളറിൽ തന്നെ ഓട് നമ്മൾ ഇവിടെ റെഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കിച്ചണിന്റെ ബാക്കിലാണ് ഒറിജിനൽ കിച്ചൺ ഇരിക്കുന്നത്. അപ്പോൾ ആ കിച്ചണിലോട്ട് നമുക്കിപ്പം പോവാണ്. കുക്കിംഗ് ഏരിയ ആണ്. ഇവിടെ 4 സ്റ്റൗ വരും. 4 സ്റ്റൗ നമുക്കിപ്പോൾ ഡയറക്റ്റ് ഫ്രഷ് വാട്ടർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു സ്റ്റൗ ഏരിയ. അതുപോലെ ഇവിടെ ഒരുപാട് വാഷ് ചെയ്യുന്ന ഏരിയ, അതുപോലെ ചൂടുള്ള ഏരിയ ആണ്. കംപ്ലീറ്റ് ക്ലാഡിങ് മുഴുവൻ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്താൽ വെള്ളം ഇവിടെ ഒഴിച്ച് കഴുകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളം പോകാനായിട്ട് അടുപ്പിച്ച് കണ്ടമാനം നമ്മൾ ഡ്രെയിൻ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ണനാണ് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഞങ്ങളുടെ എല്ലാമായ കണ്ണൻ ഹെവി ആയിട്ട് എക്യുപ്മെന്റ്സും പാത്രങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. ഇത് കോട്ടാ സ്റ്റോൺ ആണ് യൂസ് ചെയ്തത്. ഇവിടെ 2 ഗ്രൈൻഡർ വാഷ് കളയാനായിട്ടുള്ള പൈപ്പ് കണക്ഷൻസ് ആണ്. ഗ്രേറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ ഗ്രേറ്റിംഗ്സ് ആണ്. അപ്പോൾ ഈ ഗ്രേറ്റിംഗ്സ് കൂടി ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഈ വെള്ളം ഈ നെറ്റ് വഴി നേരെ ഇവിടെ ഇലക്ട്രിക്കൽ ഷോക്ക് ഒന്നും ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ റബ്ബർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് താഴെ തന്നെയാണ് ഇത്. അപ്പോൾ കിച്ചന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ ഏരിയ. പാത്രങ്ങളും ഗ്രോസറി ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ആണ്.